ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡാട്ടോ തയ്യാറാക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ കടയിൽ വാങ്ങിക്കുന്ന അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് മിൽക്ക്, അതായത് 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഞാൻ 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു കപ്പ് മിൽക്ക് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ കുറവായിട്ട് ബേക്കിംഗ് സോഡ, ഒരു ടേബിൾ സ്പൂൺ ഫുള്ള് ആയിട്ട് എടുത്തതാണ്, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടീസ്പൂൺ നെയ്യ്. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഒരു പാനിലേക്ക് നമ്മൾ എടുത്ത മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറും ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. ഇത് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി ഇത് മിക്സ് ആക്കി എടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ട പിടിക്കാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ 1/4 ടീസ്പൂൺ കുറവിലായിട്ട് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ മിൽക്ക് മെയ്ഡിന് ഒരു യെല്ലോ കളറാണല്ലോ നമ്മൾ വാങ്ങിക്കുമ്പോൾ, ആ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മാത്രം കേട്ടോ, 1/4 ടീസ്പൂൺ കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നല്ല പോലെ ഇത് ഇളക്കി നല്ല തിക്കാക്കി എടുക്കണം. അതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ തിക്കായി വരും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട്. ഇതിപ്പോൾ ഒരു കപ്പ് മിൽക്ക് പൗഡർ, ഒരു കപ്പ് മിൽക്ക്, നോർമൽ മിൽക്കിൻ്റെയും അളവാണ് ഞാൻ ഈ പറയുന്നത്. ഇതേ അളവ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നല്ല കണ്ട് പെട്ടെന്ന് തന്നെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കുമ്പോൾ തന്നെ ഇത് കറക്റ്റ് തിക്കായിട്ട് വരും. അപ്പോൾ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ തണുത്തിട്ടതിന് ശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേപോലെ തന്നെ അല്ലേ. ഇനി തണുത്തതിന് ശേഷം ഇത് നല്ല എയർ ടൈറ്റുള്ള ബോട്ടിലോ ആക്കി സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മൾ ഈ ഓണക്കല്ലേ വരുന്നത്, ഓണത്തിന് പായസമൊക്കെ തയ്യാറാക്കാൻ നേരത്തെ തന്നെ മിൽക്ക് മെയ്ഡ് തയ്യാറാക്കി വെക്കാം. ഇനി ഇതേപോലെ ബോട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേപോലെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് അപ്പത്തിലേക്കും ഒക്കെ കൊടുക്കാൻ നല്ല കുട്ടികൾക്ക് കണ്ടാൽ മിൽക്ക് മെയ്ഡ് ഭയങ്കര ഇഷ്ടമാണല്ലോ കഴിക്കാൻ, സൂക്ഷിച്ച് വെച്ചാൽ. ഇപ്പോൾ കടയിൽ നിന്നും ഇതേപോലെ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടില്ലേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. വളരെ ഈസി അല്ലേ. ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പി ഞാൻ വീണ്ടും വരാം.